കേരളത്തിന് തീരെ പരിചിതമല്ലാത്ത ക്രൂസ് ടൂറിസത്തിന്റെ സാധ്യതകൾ കേരളത്തിന് പരിചയപ്പെടുത്തുന്ന ക്രൂസ് കപ്പൽ MV അക്വാമറൈന് ടൂറിസം വ്യവസായ മേഖലയിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചതായി ലൂയിസ് ക്രൂസസ് മാനേജിംഗ് ഡയറക്ടർ ഒനിൽ ഖോസ കൊച്ചിയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള കന്യായാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ കപ്പലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഹോം പോർട്ടാക്കി നടത്തുന്ന ആദ്യ രാജ്യാന്തര ക്രൂസ് സർവീസ് കൊച്ചി തുറമുഖത്ത് നിന്ന് തുടങ്ങാനായത് കേരള ടൂറിസത്തിന്റെയും കൊച്ചി തുറമുഖം അധികൃതരുടെയും പിന്തുണയോടെയാണെന്ന് ഒനിൽ ഖോസ പറഞ്ഞു. ക്രൂസ് ടൂറിസം ലോകവ്യാപകമായി വൻ വളർച്ച നേടുകയാണ്. ഏതാണ്ട് 8 മുതൽ 10% വരെ. ലോകത്ത് 30 ലക്ഷം യാത്രക്കാർ ഒരു ദിവസം ക്രൂസ് ടൂറിസത്തിനായി കപ്പലുകളിലാണ്. ഇന്ത്യയിൽ ക്രൂസ് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത്. This is the ripple effect of this industry, and that is why my very conservative estimate is about 200 to 300 crores new revenue stream will be created for the Kerala economy. ശ്രീലങ്കൻ മാലദ്വീപ് സർക്കാരുകളും ലൂയിസ് ക്രൂസസ് സംരംഭത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വിവാഹ പാർട്ടികൾ, കോർപ്പറേറ്റ് കോൺഫറൻസുകൾ തുടങ്ങിയവ കപ്പലിൽ നടത്താൻ ഇപ്പോൾ തന്നെ അന്വേഷണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2 രാത്രിയും 3 പകലുകളും മാത്രം നീളുന്ന മാലദ്വീപ് ശ്രീലങ്കൻ യാത്രകൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ് തീരങ്ങളിലായി യാത്ര നടത്തുന്ന MV അക്വാമറൈന് മികച്ച പ്രതികരണമാണ് കൊച്ചിയിൽ നിന്ന് ലഭിച്ചത്. 5 നക്ഷത്ര ഹോട്ടലുകളിലെ സൗകര്യങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്നുവെന്ന് യാത്രക്കാർ ഒരേ സ്വരത്തിൽ പറയുന്നു. ലോകത്ത് വളർന്നുവരുന്ന ക്രൂസ് ടൂറിസത്തിന്റെ ചുവട് പിടിച്ച് ഈ തീരത്ത് കൂടുതൽ ക്രൂസ് കപ്പലുകൾ വന്നണയുമെന്ന് പ്രതീക്ഷിക്കാം. ഹോം പോർട്ടുകളുടെ ശൃംഖലയിലേക്ക് കൊച്ചിയെ കൂടി അണിചേർക്കാനായതിൽ ലൂയിസ് ക്രൂസസിന് സംതൃപ്തിയുണ്ടെന്ന് ഒനിൽ ഖോസ പറഞ്ഞു. മനോരമ ന്യൂസ്,